നമ്മളിപ്പോ ഫസ്റ്റ് ചാർക്കോൾ ചെയ്തിട്ട് പിന്നെ നമ്മൾ ഫേസ് ഒക്കെ പെൻസിൽ വെച്ച് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അത് സ്പ്രെഡ് ആവോ, ആർട്ട് വർക്ക് മൊത്തം ബെസ്റ്റ് ആവോ എന്നൊരു ഡൗട്ട്. അപ്പോ അത് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഷെയ്ഡിങ്? രണ്ട് രീതിയിൽ സ്റ്റാർട്ട് ചെയ്താലും ചാർക്കോൾ സ്പ്രെഡ് ആവും. അതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ആൻസർ. ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഇപ്പോൾ ബാക്കിയെല്ലാം ഒഴിവാക്കിയിട്ട് ഫേസ് ഒക്കെ ചെയ്തതിന് ശേഷം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ലാസ്റ്റ് കൊടുക്കുമ്പോഴും സ്പ്രെഡ് ആവുമല്ലോ, അവതരിക്കാൻ യാതൊരു ചാൻസും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, ചെയ്യുന്ന സമയത്ത് മാക്സിമം നീറ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡ്, ചെറിയൊരു പോർഷൻ ചാർക്കോൾ ചെയ്യുകയാണെങ്കിൽ ബാക്കി പോർഷൻസ് ഒക്കെ പേപ്പർ വെച്ച് കവർ ചെയ്യും. ഇപ്പോൾ നമ്മുടെ ഈ ടേപ്പില്ലേ, നമ്മുടെ എന്ത് ടേപ്പാ, പേപ്പറിൻ്റെ ടേപ്പ് വാങ്ങാൻ കിട്ടുമല്ലോ. പേപ്പറിൻ്റെ ടേപ്പ് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് വേറെ എന്തെങ്കിലും പേപ്പർ വെച്ച് ബാക്കിയെല്ലാം കവർ ചെയ്യും. എന്നിട്ട് ഏതാണ് ചെയ്യേണ്ട ഏരിയ അത് മാത്രം ഓപ്പൺ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഏരിയ ചെയ്ത് കഴിയുമ്പോൾ ചാർക്കോൾ പെൻസിലാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫിക്സൈറ്റ് സ്പ്രേ അടിക്കാം. ഫൈനൽ ഏരിയ ആണെങ്കിൽ ഫിക്സൈറ്റ് സ്പ്രേ അടിച്ച് ഒരു പേപ്പറും കൂടി ഒട്ടിച്ച് അത് കവർ ചെയ്യാം. അതിനുശേഷം മാത്രം അടുത്തടുത്ത പോർഷൻസ് ചെയ്യുക. ആ രീതി ചെയ്താൽ മതി. അപ്പോൾ വലിയ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്, ഏറ്റവും വലിയ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ അത് ലാസ്റ്റ് ചെയ്താൽ മതി. ഏരിയ അനുസരിച്ചിരിക്കും. ഒരു അത്ര വലിയ ഡാർക്ക് ഏരിയ അല്ലെങ്കിൽ 1/4 മാത്രമേ വരുന്നുള്ളൂ ഒരു മുകളില്. ബാക്കി ഓൾമോസ്റ്റ് ഒരു ഞാൻ A2 സൈസിലാണ് ചെയ്യുന്നത്. ഇപ്പൊ 2 ഫേസ് ഉണ്ട്, അപ്പോൾ ബാക്കി പോർഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് കവർ ആയി പോകും. 2 ഫേസ് ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ലാസ്റ്റ് ചെയ്താൽ മതി. ഉം. ലാസ്റ്റ് ചെയ്താൽ അപ്പോൾ നമുക്ക് ആ ഫേസ് നമ്മൾ വലിയ പേപ്പേഴ്സ് വെച്ച് കവർ ചെയ്ത് ടേപ്പൊക്കെ സൈഡിൽ ഒട്ടിച്ച് ലാസ്റ്റ് നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാമല്ലോ. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.